ഞങ്ങൾക്ക് ആദ്യം നന്ദി പറയേണ്ടത് കേരളത്തിലെ പ്രേക്ഷകരോടാണ്. കാരണം ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ചെയ്ത സിനിമ ഈ ഒരു വലിയ വിജയമാക്കി മാറ്റിയത് കേരളത്തിലെ പ്രേക്ഷകരാണ്. പിന്നെ എൻ്റെ കൂടെ നിന്ന നിവിൻ പോളിയും സഞ്ജുവും, പിന്നെ എൻ്റെ എൻ്റയർ ക്രൂ, എൻ്റെ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ സാറ്, അദ്ദേഹത്തിൻ്റെ പൈസ കൊണ്ടാണ് ഇത്ര വലിയൊരു സിനിമ ചെയ്യാൻ സാധിച്ചത്. ഞങ്ങൾക്ക് സ്വപ്നമുള്ള ആൾക്കാരാണ്, പക്ഷേ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള പൈസ ഉള്ള ഒരു പ്രൊഡ്യൂസർ ആവശ്യമാണ് ഇത്രയും കാലത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക്. അപ്പം അത് വിജയിപ്പിച്ചു. അപ്പം വലിയ സിനിമകൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ പറയാനുള്ള വളരെ സന്തോഷമാണ്, വലിയ സന്തോഷമുള്ളൊരു മൂമെൻ്റാണിപ്പോൾ. അപ്പം താങ്ക് യു സോ മച്ച്. ബാക്കി സഞ്ജു നിവിനും പറയും. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ 100 ദിവസം എത്തിയിരിക്കുകയാണ്. പ്രൊഫഷണൽ പറഞ്ഞ പോലെ പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി. ഇത്രയും വലിയൊരു വിജയമാക്കി തന്നതിന് പ്രേക്ഷകരോട് നന്ദി പറയുന്നു, ഗോപാലഞ്ചേട്ടനോട് നന്ദി പറയുന്നു. ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയിലെ കംപ്ലീറ്റ് ക്രൂവിന് വേണ്ടിയിട്ട് ഈ 100-ാം ദിവസം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു. അങ്ങനെ 100-ാം ദിവസം മികായിൽ ഇറക്കിയതല്ല, മികായിലിൻ്റെ റിലീസ് അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചായി വന്നു പോയതാണ്. ഇപ്പോൾ പടം അതൊരു ഭാഗ്യമാണ്. എല്ലാം സംഭവിക്കട്ടെ. ഒരു സിനിമയുടെ വിജയത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്നത് അത് ക്രിട്ടിക്കലി ആൻഡ് കമേഴ്ഷ്യലി അക്ലെയിംഡ് ആകുമ്പോഴാണ്. ഇത് രണ്ടും കായംകുളം കൊച്ചുണ്ണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 3 പേരുമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിലും ഇതിൽ ഇപ്പോൾ ഈ ദൃശ്യത്തിലില്ലാത്ത 100 കണക്കിന് ആൾക്കാർ ഈ സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ഓരോരുത്തരോടും ഞങ്ങൾ ഈ വിജയം പങ്കുവെക്കുകയാണ്. അവർ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം എല്ലാവരും ഇത് ഞങ്ങളുടെ സിനിമയാണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ സിനിമ 100 ദിവസം ഓടിയിരിക്കുന്നത്. താങ്ക് യു. ഇത്തിക്കര പക്കയായിട്ട് ലാലേട്ടൻ വന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ലാലേട്ടനെ ഫിക്സ് ചെയ്തത്. ഇത്തിക്കര പക്കയും കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് അറിയാം. പിന്നെ ലാലേട്ടനോട് പ്രത്യേക നന്ദി, എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തുടക്കം മുതൽ. അദ്ദേഹത്തോട് വലിയ എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടും നന്ദിയും ലാൽ സാറിനോടുണ്ട്. പിന്നെ ബാക്കി പറഞ്ഞില്ലേ, എൻ്റെ വിനോദ് പ്രധാൻ, ക്യാമറമാൻ, ആർട്ട് ഡയറക്ടർ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ്, ഒരു ടെക്നിക്കൽ ക്രൂ, അകത്തും എല്ലാവർക്കും, ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾ, മറ്റു ആർട്ടിസ്റ്റ് അഭിനയിച്ച മറ്റു നടന്മാർ, എല്ലാവരോടും സന്തോഷം. എല്ലാവരുടെയും വിജയമാണ്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷനാണ് കായംകുളം കൊച്ചുണ്ണി. താങ്ക് യു സോ മച്ച്.